ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പുതിയ സിലബസ് ആണ്. IEOയ്ക്ക് നേരത്തെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നേരത്തെ വന്ന എക്സാമിനുള്ള സിലബസ് അല്ല ഇപ്പോൾ, വളരെ മാറ്റം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. എക്സാം വരുന്ന ഫെബ്രുവരി 18-നാണ് പരീക്ഷ. ഇപ്പോൾ ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. അതിൽ 3 ടോപ്പിക്കുകളാണ് മെയിനായിട്ട് വരുന്നത്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. എഞ്ചിനീയറിംഗ് മാത്സിന് 40 മാർക്ക്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് 30 മാർക്ക്, ഫിസിക്സിനും 30 മാർക്ക്. ഇങ്ങനെയാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനെ പോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ എക്സാമിന് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമാണ് ഞാൻ റെഫർ ചെയ്ത് പറയുന്നത്. അതിന് മാർക്കറ്റിംഗ് എന്ന ടോപ്പിക് കൂടി ഉണ്ടായിരുന്നു. ഇതിൽ മാർക്കറ്റിംഗ് ഇല്ല. ഇനി മൊഡ്യൂൾ 1 ആണ് നോക്കുന്നത്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്രയാണ് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ ലീനിയർ ഓൾജിബ്രയും വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനും പറഞ്ഞിരുന്നത്. അപ്പോൾ മെട്രിക്സ് ഓൾജിബ്ര, സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻ, അങ്ങനെ നമ്മൾ മെട്രിക്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അത് 8 മാർക്കാണ് മൊഡ്യൂൾ 1-ന്. മൊഡ്യൂൾ 2 വരുന്നത് കാൽക്കുലസ് ആണ്. കാൽക്കുലസിൽ 12 മാർക്കാണ് പ്രധാനമായിട്ടും വരുന്നത്. ആ കാൽക്കുലസിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പഠിച്ച എല്ലാം തന്നെ വരുന്നുണ്ട്. ഞാൻ എല്ലാ ടോപ്പിക്കും ഓരോന്നായിട്ട് പറയുന്നില്ല. ഇനി ഇതിൻ്റെ പുതിയ ഏതൊക്കെ പുസ്തകങ്ങൾ നമുക്ക് റെഫർ ചെയ്ത് പഠിക്കാം എന്നുള്ളതിനെപ്പറ്റി വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്സ് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് 4 മാർക്സ് ആണ്. 4 മാർക്ക് വരുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. മൊഡ്യൂൾ 4 വരുന്നത് 12 മാർക്കിനാണ്. 12 മാർക്ക് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനാണ്. പ്രോബബിലിറ്റിക്ക് കൂടുതൽ മാർക്കുണ്ട്, 12 മാർക്കുണ്ട്. അടുത്തത് ന്യൂമറിക്കൽ മെത്തേഡ്സ്, ആൾജിബ്രിക് ഇക്വേഷൻ, ന്യൂട്ടൺ റാംസൺ മെത്തേഡ്, അതൊക്കെ വരുന്നത് 4 മാർക്കാണ് മൊഡ്യൂൾ 5 വരുന്നത്. ഇനി പാർട്ട് 2 വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. 30 മാർക്കാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സിന് വരുന്നത്, 30 മാർക്ക്. ഇതിൽ മൊഡ്യൂൾ 1 വരുന്നത് അപ്ലൈഡ് ഒപ്റ്റിക്സ്. ഇനി മൊഡ്യൂൾ അതിൽ തന്നെ ലേസർ ആൻഡ് ആപ്ലിക്കേഷൻ, ഫൈബർ ഒപ്റ്റിക്സ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ, അക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമറിക്കൽ അപ്പറേച്ചർ, ഫൈബർ സെൻസർ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ഫോട്ടോണിക്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 ആണെങ്കിൽ 10 മാർക്സ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ 10 മാർക്സ് ആണ്. അതുപോലെ മൊഡ്യൂൾ 3 വരുന്നത് അക്കൗസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ 3 മൊഡ്യൂളും കൂടി ചേർന്നിട്ട് 30 മാർക്ക് 10 ഈച്ച് ആണ് വരുന്നത്. ഇതേ സിലബസ് തന്നെയായിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാമിനും. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി പറയുവാണെങ്കിൽ 30 മാർക്സ് ആണ്. ആദ്യം തന്നെ മൊഡ്യൂൾ 1 കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽ 10 മാർക്സ്. അടുത്തത് ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് 10 മാർക്സ്. ഇതൊക്കെ തന്നെയായിരുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന്. കാരണം ടോട്ടൽ മാർക്ക് വെയിറ്റേജ് കൂടുതലുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും. ഇനി എൻവയോൺമെൻറ്റിന് 10 മാർക്ക്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വന്നിരിക്കുന്ന ടോപ്പിക്കുകൾ മെയിനായിട്ട് കെമിസ്ട്രിയിലാണ് വന്നിരിക്കുന്നത്. നോക്കാം. ഇതിൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെയാണ്, എന്നാലും കുറച്ച് സബ് ടോപ്പിക്കുകളൂടി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നേരത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എക്സാം പ്രിപ്പയർ ചെയ്ത് നന്നായി എഴുതിയവർക്ക് ഈ ഒരു സിലബസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും IEOയ്ക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സിലബസ് PDF ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.